നിങ്ങളൊരു അത്രയും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന മെന്റേഴ്സാണ്. യു കെൻ സേ ദാറ്റ് ഇൻ എ ഡേ നിങ്ങളൊരു 100 സ്റ്റുഡൻസിനെ എങ്ങനെ പോയി കഴിഞ്ഞാലും കവർ ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ക്രിപ്റ്റോ ആണെങ്കിലും ഗ്യാൻ ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും സ്റ്റോക്സ് ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ അതിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങളത് പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും. അതായത് കുറേ നോളേജ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, മനസ്സിലാവുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും, ടഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. നിങ്ങളതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പം എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ് ചെയ്യുന്നത് ആക്ച്വലി ഇമോഷൻസിനോടാണ്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 10 പേരുടെയും ഇമോഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സം സ്റ്റുഡൻസ് ആർ കമ്മിങ് ആസ് ഹാപ്പി മോഡ്, സം പീപ്പിൾ ആർ കമ്മിങ് ഇൻ എ സാഡ് മോഡ്. സോ ഇവരുടെ മൂഡ് മാറുന്നതിനനുസരിച്ച് ദ വേ ഹൗ ദേ ആർ ടേക്കിംഗ് ഇറ്റ്. സോ അവരുടെ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എനിക്ക് ഫീൽ ചെയ്ത കാര്യം വെച്ചാൽ ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചാർട്ടിൽ വരച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നവരുണ്ട്. ഗ്രാസ്പിംഗ് പവർ കൂടുതലായിരിക്കും. അവർക്ക് ഡേ ട്രേഡിങ് ഫോക്കസ് ചെയ്യാം. ചിലർക്ക് കുറച്ച് ടൈം എടുക്കും, അതായത് കുറച്ചും ഗ്രാസ്പ് ചെയ്യാൻ കുറച്ചൊക്കെ സമയം എടുത്ത് പഠിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ സമയം എടുത്ത് ചാർട്ടിൻ്റെ മുന്നിലെടുത്ത് 2-3 മണിക്കൂർ എടുത്ത് വരയ്ക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അങ്ങനത്തെവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും. ചിലർക്ക് കുറച്ചും കൂടി എന്താണ്, അതായത് വേറെ എന്തെങ്കിലും ജോബോ ബിസിനസ്സോ ഉള്ളവരായിരിക്കും അല്ലേ, അവർക്കും ട്രേഡർ ആയിക്കൂടെ അല്ലെ. ലോങ് ടേം ട്രേഡിങ്ങോ അതൊരു ട്രേഡിംഗ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ടൈം ഫ്രെയിംസിൽ അവർക്ക് എന്ത് ചെയ്യാം, സമയം എടുത്ത് സിമ്പിൾ പാറ്റേൺസ് യൂസ് ചെയ്താൽ തന്നെ ലോങ് ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് എന്തില്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എല്ലാവരും എന്താണ് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ട്രേഡിങ് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ യെസ്, ആ ഒരു ഫെയ്ത്ത് അവർക്ക് കിട്ടുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്കത് ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളവിടെ മെൻറ്ററിങ് ചെയ്യുന്നത് പറയുന്നത് വളരെ ഈസിയാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഷാലു പറഞ്ഞ പോലെ ഈ സൊല്യൂഷൻ ചില ആളുകൾക്ക് പെട്ടെന്ന് വേണ്ടി വരും, ചില ആളുകൾക്ക് എന്താണ് കുറച്ച് കഴിഞ്ഞിട്ട് മതി, ചില ആളുകൾ പേഷ്യൻ്റ് ആണ്. സോ ഇതിൽ ഏറ്റവും ട്രീറ്റ് ചെയ്യാൻ എളുപ്പമുള്ളത് പേഷ്യൻ്റ് ഉള്ള ആൾക്കാരെ. പേഷ്യൻസ് വളരെ, എനിക്കൊക്കെ വളരെ പേഷ്യൻസ്. ഐ നെവർ ലുക്ക് ഇൻ ടു ദ ചാർട്ട് ലൈക്ക് 5 minutes or 1 hour ചാർട്ട് ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഞാൻ 4 hours ഡേ വീക്ക്ലി ചാർട്ട് മാത്രമേ നോക്കാറുള്ളൂ. ഇതിനല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഫീർക്ക, എന്തെങ്കിലും ട്രോമയുടെ ഭാഗമാണോ? അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രോമ സിറ്റുവേഷൻസ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഫിയർ ആണ്. അതൊരു ഫിയർ ആണ്. ആ ഒരു ഫിയറിനെ ഞാൻ പേഷ്യൻസ് ആക്കിയിട്ട് അതിനൊരു ട്രേഡിംഗ് മെത്തേഡിലോട്ട് കൊടുക്കുന്നതാണ്.